ഗുഡ് നൈറ്റ് മോഹൻ പണ്ട് എ ആർ റഹ്മാൻ്റെ ഒരു ഹിന്ദി സിനിമ, രംഗീലയ്ക്ക് മുമ്പ് എ ആർ റഹ്മാൻ്റെ ആദ്യത്തെ സിനിമ ആവേണ്ടതായിരുന്നു. ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഗുഡ് നൈറ്റ് മോഹനായിരുന്നു. ആ ഒരു ബന്ധം വെച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് മോഹൻ ഒരിക്കൽ എ ആർ റഹ്മാനെ മദ്രാസിൽ പോയി നേരെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പല ടോപ്പ് ഡയറക്ടേഴ്സിന് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഗുഡ് നൈറ്റ് മോഹൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ കാണാൻ സമ്മതിച്ചു. എന്നിട്ട് അന്ന് വെള്ളിത്തിര എന്ന് പറഞ്ഞ ഗുഡ് നൈറ്റ് മോഹൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മലയാള സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, അന്ന് അൽഫോൺസ് ആണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ, അതിനൊരു ചീഫ് ഗസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ വന്നു. അന്ന് എ ആർ റഹ്മാൻ വന്നിട്ട് എ ആർ റഹ്മാൻ ഇവിടുത്തെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംഗീത സംവിധായകനും നടനൊക്കെ നാദൃശയാണ് കൂടെ പോയത്. എന്നിട്ട് നമ്മളതിന് മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാദൃശ എ ആർ റഹ്മാനെ കൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ നാദൃശയ്ക്കും അതൊരു ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ ആ പള്ളിയിലെ അന്ന് അവിടെയുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് എ ആർ റഹ്മാനെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്നിട്ട് എന്തോ ഒരു മോശമായിട്ടൊന്ന് എ ആർ റഹ്മാനോട് എന്തോ ചോദിച്ചു. പക്ഷേ എ ആർ റഹ്മാൻ അതൊക്കെ എൻജോയ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എ ആർ റഹ്മാൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് ഇന്ന് അതിന് ശേഷം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നെങ്കിലും എ ആർ റഹ്മാൻ്റേതായ ഒരു ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെ ആയിട്ടാണ് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കറിയാം പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ എനിക്കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസിനൊക്കെയാണ് തോന്നുന്നു അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 7 തവണ എന്തോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തവണ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയിട്ടുള്ള നടനാണ് മ്യൂസിക് ഡയറക്ടറാണ് എ ആർ റഹ്മാൻ. എ ആർ റഹ്മാൻ്റെ മരുമകനാണ് ജി വി പ്രകാശും വളരെ ചെറുപ്പത്തിൽ എ ആർ റഹ്മാൻ്റെ സിനിമകളിലൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ പാടി തുടങ്ങിയതാണ്.